നമ്മുടെ ഈ സുന്ദരമായ കൊച്ചി കേരളം ഭാരതത്തിന്റെ തന്നെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും ഞെട്ടുമായിരിക്കാം. എന്നാൽ കാഡി റിസർച്ചിന്റെ ഈ റിപ്പോർട്ട് പറയുന്നത് ബാക്കി രാജ്യത്തുള്ളവർക്ക് ശരാശരി 8% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ 20% ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതുതന്നെയാണ് പലർക്കും ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള റീസൺ എന്നും കൂടിയാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഒരു ശരാശരി പുരുഷന്റെ ഒരു ദിവസത്തെ റെക്കമെൻഡ് അമൗണ്ട് ഓഫ് ഷുഗർ ഇൻടേക്ക് എന്ന് പറയുന്നത് 36 ഗ്രാമാണ്, അതായത് 9 ടീസ്പൂൺ ആണ്. അതേപോലെ തന്നെ ഒരു ശരാശരി സ്ത്രീക്ക് 25 ഗ്രാമാണ്, അതായത് ഏകദേശം 6 ടീസ്പൂൺ ആണ് എന്നുള്ളതാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. എന്നാൽ കേരളത്തിലെ ആൾക്കാരുടെ ഷുഗർ ഇൻടേക്കിനെ കുറിച്ചുള്ള എക്കണോമിക് ടൈംസിന്റെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോവാണ് ഉണ്ടായത്. കാരണം അവർ പറയുന്നത് ശരാശരിയായി ഒരു കേരളത്തിലെ മനുഷ്യൻ കഴിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് ഏകദേശം 50 ഗ്രാമോളമാണ് എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ IMCRന്റെ ഈ റിപ്പോർട്ട് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഷുഗർ കഴിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത്രയും ഷുഗർ വാരി വലിച്ച് കഴിക്കുന്ന നമ്മൾ ഓർക്കാത്ത ഒരു പർട്ടിക്കുലർ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വളരെ നന്നായി ഫങ്ഷൻ ചെയ്യാൻ റെക്കമെൻഡ് അമൗണ്ട് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് 0 ഗ്രാമാണ് എന്നുള്ളതാണ് മെഡിക്കൽ ന്യൂസ് ടുഡേയുടെ ഈ റിപ്പോർട്ട് പറയുന്നത്. അനക്ഡോട്ടലായി പറഞ്ഞു കഴിഞ്ഞാൽ 2019 എന്നെ കാണാൻ ഇങ്ങനെയായിരുന്നു. ഇതിനുശേഷം ഞാൻ എൻ്റെ ബോഡി ട്രാൻസ്ഫോം ചെയ്ത് ഇങ്ങനെ ആക്കിയുണ്ടായി. എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രൈമറി ഡ്രൈവറായി എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ ഇൻടേക്ക് കംപ്ലീറ്റ്ലി 0 ആക്കിയതുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുപോലെ ഞാൻ ഈ പറയുന്നത് ആഡഡ് ഷുഗറിന്റെ കാര്യമാണ്. നാച്ചുറൽ ഷുഗർ ആയ, അതായത് ഫ്രൂട്ട്സിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഉള്ള ഷുഗർ ഞാൻ ഇപ്പോഴും കഴിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞത് അനക്ഡോട്ടൽ എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാലും ഷുഗർ ഇൻടേക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈവൻ കുറച്ച് കഴിഞ്ഞാലോ പല ബെനിഫിറ്റ്സും വരും എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. സോ ഈ വൈറ്റ് പോയ്സൺ ആയ ആഡഡ് ഷുഗർ എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 24 hours later. നമ്മുടെ ഫുഡിൽ ചേർക്കുന്ന റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ ആഡഡ് ഷുഗർ എന്നും അതിനെ വിളിക്കും. അത് കട്ട് ചെയ്ത് 24 മണിക്കൂറോളം ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ വെയിറ്റ് കുറയും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. നമ്മളെപ്പോഴും പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും ബ്ലഡിലെയും ബ്ലഡ് ഷുഗർ ലെവൽസ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. ഈ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്നതിനെ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നത് ഈ ഓർഗൻ വെച്ചായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, ഈ ഓർഗൻ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസിനനുസരിച്ച് 2 ഹോർമോണാണ് യൂഷ്വലി റിലീസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്, രണ്ടാമത്തത് ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൂടിക്കഴിഞ്ഞാലാണ് പാൻക്രിയാസ് റിലീസ് ചെയ്യാറുള്ളത്. എന്നാൽ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞാലാണ് അത് റിലീസ് ചെയ്യാറുള്ളത്. ഷുഗർ എന്ന് പറയുന്നത് മറ്റൊരു ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് ഊർജ്ജമാണ് സാധാരണ തരാറുള്ളത്. എന്നാൽ ഷുഗർ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എനർജി ലെവൽസ് കുറയുന്നത് കാരണം ഈ പാൻക്രിയാസ് ഗ്ലൂക്കോഗോൺ റിലീസ് ചെയ്യും. ഈ ഗ്ലൂക്കോഗോൺ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഊർജ്ജം തരാനായിരിക്കും ശ്രമിക്കുന്നത്. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ വാട്ടറുമായി ബോണ്ടഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. 1 ഗ്രാം ഓഫ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് എപ്പോഴും ബോഡിയിൽ 3 ഗ്രാം ഓഫ് വാട്ടറുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൺസ് ഈ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡി ഒരുപാട് വാട്ടർ റിലീസ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ വാട്ടർ വെയിറ്റ് കുറയുന്നതായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടൻ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നു. നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഡഡ് ഷുഗർ നിർത്തുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും. നാച്ചുറൽ ഷുഗറായ, അതായത് ഫ്രൂട്ട്സിലൂടെ കഴിക്കുന്ന ഷുഗറോ അല്ലെങ്കിൽ മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ കൂടെ കഴിക്കുന്ന ഷുഗറിനെ കുറിച്ചോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കത്തില്ല. 48 hours later. ആഡഡ് ഷുഗർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഭയങ്കര ഫെറ്റീഗ്ഡായി അനുഭവപ്പെടും. ഇതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോഡിക്ക് മറ്റുള്ള സോഴ്സ് ഓഫ് എനർജി കണ്ടിന്യൂസ് ആയി തേടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫെറ്റീഗിങ് ആണ്. മാത്രമല്ല അത് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് ആദ്യത്തെ ഒരു 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഷുഗർ കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് ഉണ്ടാകുന്നതായിരിക്കും. ഈ ടൈം ഫ്രെയിമിൽ തന്നെ ബോഡി ഗ്ലൂക്കോനിയോജനസിസ് എന്നുള്ളൊരു പരിപാടി ചെയ്തു തുടങ്ങും. ഈ പരിപാടി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ പ്രോട്ടീനും ഫാറ്റും ഷുഗറായിട്ടാണ് കൺവേർട്ട് ചെയ്യാറുള്ളത്. ഈ ഗ്ലൂക്കോനിയോജനസിസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുമ്പോൾ നമുക്ക് തലവേദനയും അതേപോലെ ഉറക്കം വരുന്ന പോലെ ഒരു ഫീലിംഗും അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. മനുഷ്യന്മാരിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അധികം പഠനങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. എന്നാൽ എലികളിൽ നടത്തപ്പെട്ട ഈ പഠനം പറയുന്നത് ഷുഗർ കഴിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഡോപ്പമീൻ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും റിവാർഡും ഒക്കെ കിട്ടുമ്പോൾ വരുന്ന ഒരു ഹോർമോണാണ്. ആ ഹോർമോൺ എന്ന് പറയുന്നത് ഈവൻ കൊക്കൈൻ കൊടുക്കുമ്പോൾ എത്ര ഡോപ്പമീൻ ഉണ്ടാവുമോ അതിനേക്കാൾ കൂടുതലായിരുന്നു ഷുഗർ കഴിച്ചപ്പോൾ എന്നുള്ളതാണ് ആ പഠനം കണ്ടുപിടിച്ചത്.
പ്രോബബ്ലി ഈ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ഷുഗർ എന്ന് പറയുന്നത് കൊക്കൈനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആണെന്നോ അല്ലെങ്കിൽ അഡിക്റ്റീവ് ആണെന്നോ എന്നൊക്കെ തള്ളാറുള്ളൂ. 72 hours later. ആഡഡ് ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് 72 മണിക്കൂർ, അതായത് 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ ഒരു മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെട്ട് തുടങ്ങാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസത്തിന് ഒരുമാതിരി സ്മെല്ല് വരുന്ന പോലെ തോന്നാറുണ്ട്. ഇതിന്റെ ഫിസിയോളജിക്കൽ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ കുറയുന്നത് കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ എടുത്ത് കീറ്റോൺസ് ആക്കി മാറ്റുന്നു എന്നുള്ള കാര്യമാണ്. അത് നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ആസിറ്റോൺ എന്ന് പറഞ്ഞ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകാറുണ്ട്. ഈ ബൈ പ്രോഡക്റ്റ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ സ്മെല്ല് വരാറുള്ളത്. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്കോ വയറ് കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ശരീരത്തെ കൊഴുപ്പ് ഓവറോൾ കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നവർക്കോ ഒക്കെ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഷുഗർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റിനെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ സ്മെല്ലി ബ്രത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ കാര്യം. ഈ സ്മെല്ലി ബ്രത്ത് ഉണ്ടാവാറുള്ളത് പലപ്പോഴും നമ്മൾ വളരെ ലോ ഷുഗർ ഡയറ്റിൽ പോകുമ്പോഴായിരിക്കും. അതായത് ആഡഡ് ഷുഗറിൻ്റെ കൂടെ തന്നെ ഈവൻ നാച്ചുറൽ ഷുഗേഴ്സും നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ആസിറ്റോൺ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ഈ അവസ്ഥ പലപ്പോഴും നമുക്ക് കുറച്ച് ഡേയ്സ് മുതൽ പല വീക്സ് വരെ നീണ്ടു നിൽക്കാറുണ്ട്. 4 to 6 days later. ഷുഗർ കട്ട് ചെയ്ത് 5 മുതൽ 10 ദിവസം ആകുമ്പോഴത്തേക്കും ഫിസിക്കലി നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സ് ചേഞ്ച് ചെയ്ത് തുടങ്ങും. അത് സ്വീറ്റ് ടേസ്റ്റിന് കൂടുതൽ സെൻസിറ്റീവ് ആവാറാണുള്ളത്. 2016 ഈ പഠനത്തിൽ പാർട്ടിസിപ്പൻസിനെ 5 മുതൽ 14 ദിവസം വരെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ അവസ്ഥ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല, ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കൺക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം കൂടുതൽ ഷുഗർ കഴിക്കുന്നവർക്ക് നാച്ചുറലി സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. അവർക്ക് കൂടുതൽ ഇനിയും ഷുഗർ കഴിക്കണം എന്നുള്ളതായിരിക്കും ഫീൽ ആവുന്നത്. എന്നാൽ നിങ്ങൾ കുറച്ച് വർഷം ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആവും. കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. Several days later. ഷുഗർ കട്ട് ചെയ്ത് 6 ആഴ്ച ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബൗൽ മൂവ്മെന്റ്, അതായത് നിങ്ങളുടെ മലമൂത്ര വിസർജനം കൂടുതൽ റെഗുലർ ആവുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. 2018 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് ഒരു ലോ ഷുഗർ ഡയറ്റിൽ, അതായത് ഫോഡ്മാപ്പ് ഡയറ്റ് എന്ന് വിളിക്കാറുണ്ട്, ആ ഡയറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് 6 ആഴ്ചത്തോളം ആകുമ്പോഴത്തേക്കും അവരുടെ IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു കാണപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പലർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലെ ആക്നി വരാനായിട്ടുള്ള കാരണമാവാറുണ്ട് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 2021 പുറത്തു വന്ന ഈ RCT പറയുന്നത് ഷുഗർ ക്വിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 10 ആഴ്ചകളോളം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആക്നി നല്ലോണം കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ നല്ലൊരു ലോ ഷുഗർ ഡയറ്റിൽ പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 eternity later. ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തോളം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. 2010 പുറത്തു വന്ന ഈ RCT ഏകദേശം 53,000 സ്ത്രീകളെ വെച്ച് ചെയ്യപ്പെട്ടതാണ്. ഇതിൽ തെളിയിക്കപ്പെട്ടത് ഷുഗർ കട്ട് ചെയ്തതിനു ശേഷം ഏകദേശം 1 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്ലീപ്പ് ക്വാളിറ്റി വളരെയധികം കൂടി എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ കൂടെ തന്നെ ഷുഗർ കട്ട് ചെയ്ത് 1 വർഷം മുതൽ 5 വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാർട്ട് ഡിസീസിനോ ടൈപ്പ് 2 ഡയബറ്റീസിനോ അതേപോലെ തന്നെ ഒബിസിറ്റിക്കോ ഉള്ള ചാൻസ് ഏകദേശം 52% കുറയാറുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സോ ഷുഗർ ക്വിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഈ പോസിറ്റീവ് എഫക്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇത്രയും കഴിച്ചു തീർക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലോ ഷുഗർ ഡയറ്റിൽ പോകാൻ ശ്രമിക്കുക എല്ലാവരും. ഇതിൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞാൻ ഷുഗർ ഒന്നും കഴിക്കാറില്ല എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ മേ ബി അവർ ചായ കാപ്പി ഷുഗർ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് അതുപോലുള്ള പദാർത്ഥങ്ങളിൽ ഷുഗർ ഉണ്ടാവും, അത് അറിയാതെ അവർ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പായസം പോലുള്ള കാര്യങ്ങൾ അറിയാതെ വലിയ അല്ലാതെ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എപ്പോഴും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിനെ ഒന്ന് തിരിച്ച് ആ ലേബിൾ നോക്കി ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അഥവാ വളരെയധികം ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് മാറ്റി വെച്ചിട്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. അതായത് ഈവൻ ഇതുപോലെ പ്രോഡക്ട്സിലൂടെ ആഡ് ചെയ്ത് വരുന്ന ഷുഗറോ അല്ലെങ്കിൽ കേക്കോ അല്ലെങ്കിൽ ഐസ്ക്രീംസോ അല്ലെങ്കിൽ സോഡയോ കാൻഡിയോ ഇതൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിഞ്ഞ 4 വർഷമായി എൻ്റെ ഡെയിലി ഷുഗർ ഇൻടേക്ക് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി 0 ആക്കാൻ ഞാൻ വളരെയധികം കെയർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ട്രാൻസ്ഫോർമേഷന് ഒരു ഏക കാരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഒരു മെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ ഇൻടേക്ക് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് എന്ന് കോൺഫിഡൻ്റ് ആയി എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ സ്ലീപ്പ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ സ്കിൻ ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇംപ്രൂവ് ആയത് ഷുഗർ കട്ട് ചെയ്തത് ഒരു പ്രൈമറി റീസൺ ആണ് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയി എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഷുഗർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ അവർ പലപ്പോഴും ഷുഗർ കഴിക്കുന്നതും ഹാപ്പിനെസ്സും തമ്മിൽ ബന്ധപ്പെടുത്തി
സംസാരിക്കാറുണ്ട്. അതായത് ഷുഗറൊക്കെ കഴിക്കാതെ എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലും ഇല്ലാതെ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് പലരുടെയും വ്യൂ. എന്നാൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഷുഗർ കഴിക്കുന്നതും ഹാപ്പിനെസ്സിനും നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇന്ന് ഞാൻ ഒട്ടും ഷുഗർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും എൻ്റെ ആഹാരം വളരെയധികം എൻജോയബിൾ ആണ് ഞാൻ ആക്കാറുള്ളത്. ഇതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഷുഗറിന് പകരം ഹണിയോ അല്ലെങ്കിൽ ജാഗറിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടോ, അതല്ല ഷുഗറിന് ഓൾട്ടർനേറ്റീവ്സ് ആയ അസ്പാർട്ടേമോ അല്ലെങ്കിൽ സ്റ്റീവിയയോ ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടോ, ഒരിക്കലും അല്ല. പകരം എനിക്ക് മനസ്സിലായി, ഷുഗർ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഫുഡ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കട്ട് ചെയ്ത് ഏകദേശം 5 മുതൽ 10 ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നന്നായി മാറി തുടങ്ങും. അതിനുശേഷം നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ക്രേവിംഗ് ഒരിക്കലും ഉണ്ടാവത്തില്ല. മാത്രമല്ല, മറ്റുള്ള പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് വളരെയധികം എൻജോയബിൾ ആയി തോന്നി തുടങ്ങാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുക. എങ്ങനെ ശാസ്ത്രീയമായി വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മെൻ ലുഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.